ജൈവ കൃഷിയോടൊപ്പം തന്നെ വിവിധ ഇനം തൈകൾ വളർത്തി വിൽപ്പനയ്ക്ക് തയ്യാറാക്കുകയാണ് ഇവിടെ. വീടിന്റെ മുൻഭാഗത്തു തന്നെ കുറ്റിക്കുരുമുളക് തൈകൾ ചട്ടിയിൽ വളർത്തി വിൽപ്പനയ്ക്കായി ഒരുക്കിയിരിക്കുകയാണ്. ഇതിനായി വീടിനോട് ചേർന്നു തന്നെ ഇരുമ്പിന്റെ നെറ്റ് ഫില്ലർ ആകൃതിയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ചേരിചവറും ചാണകവും മണ്ണിര കമ്പോസ്റ്റും മണ്ണും ചേർത്ത് നിറയ്ക്കുന്നതോടെ നല്ല ജൈവ വളമായി മാറുന്നു. തുടർന്ന് നല്ല ഇനം പനിയൂർ മണ്ണും കരിമുണ്ട ഇനം കുരുമുളക് വള്ളികളും ഇതിൽ പടർത്തുന്നു. ഇങ്ങനെ ശേഖരിക്കുന്ന നല്ല ഇനം തണ്ടുകളാണ് കുറ്റിക്കുരുമുളകായി വളർത്തിയെടുക്കുന്നത്. ഒരു വർഷത്തോളം വളവും ചെയ്യേണ്ടതില്ല. തൈകളിൽ വർഷം മുഴുവനായി കുരുമുളക് ലഭിക്കുന്നതായും പറയുന്നു. ഒരു 3-4 വർഷത്തോളമായി പാക്കറ്റുകൾ ആക്കിയിട്ട് ഇവിടുന്ന് കവുങ്ങ്, തെങ്ങ്, പിന്നെ കുറ്റിക്കുരുമുളക്. പിന്നെ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞെങ്കിൽ പുതിയ തരം സുഗന്ധവള പെരുവണ്ണാമൊഴിച്ചാറിൽ നിന്ന് വരദ എന്നുള്ള ഒരു ഇഞ്ചി വിത്ത് എനിക്ക് അവർ ഓഫീസർ തരികയും അത് ചാക്കിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ചെറിയ ഗ്രോ ബാഗിൽ 20 ഗ്രാം ഒരു വിത്ത്, അതല്ലെങ്കിൽ ചാക്കിൽ 50 ഗ്രാം വിത്തിൽ. അതെല്ലാം ഇപ്പം മുളപൊട്ടി വന്നിട്ടുണ്ട്. 4 ഇനം തെങ്ങിൻ തൈകളാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇതിൽ പ്രധാനമായും കുറ്റ്യാടി തെങ്ങിൻ തൈകൾക്കാണ് ആവശ്യക്കാർ ഏറെയും. ഇതിനായി നല്ല തേങ്ങകൾ വിത്തിനായി ശേഖരിച്ച കൃത്യമായ അനുപാതത്തിൽ വെള്ളത്തിലും വെയിലത്തും പുകയത്തും മഞ്ഞത്തും വച്ചതിനു ശേഷം പാകി മുളപ്പിച്ചാണ് വിൽപ്പന നടത്തുന്നത്. ഇതുകൂടാതെ തന്നെ കർണാടകയിലെ സർക്കാർ ഫാമുകളിൽ നിന്നും ശേഖരിക്കുന്ന 3 വർഷം മുതൽ കായ്ക്കുന്ന കുള്ളൻ തെങ്ങിൻ തൈകൾക്കും COD ഇനത്തിൽപ്പെട്ട തൈകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. കുറ്റ്യാടി തെങ്ങിൻ തൈകൾ എന്ന് പറഞ്ഞെങ്കിൽ നല്ല തേങ്ങ തിരഞ്ഞെടുത്ത് പിന്നെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലും മഴയും മഞ്ഞും വെയിലും കൊള്ളിച്ച് പിന്നെ കുറച്ച് പുക തട്ടി പിന്നെ അത് വെള്ളത്തിലിട്ട് ഒരാഴ്ച വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം എടുത്ത് നേരെ വെച്ച് പിന്നെ ഒരു 14 ദിവസം കഴിഞ്ഞിട്ട് അത് കമഴ്ത്തി വെച്ച് പിന്നെ വീണ്ടും പാക്കറ്റിലേക്ക് ആക്കുക. പിന്നെ എന്ന് പറഞ്ഞെങ്കിൽ അതല്ലെങ്കിൽ പാക്കറ്റിലാക്കിയിട്ടില്ലെങ്കിൽ ഒരു തേങ്ങ കുത്തനെ വെച്ചിട്ട് മുള പൊട്ടിയതിന് ശേഷം പാക്കറ്റിലാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് തെങ്ങിൻ്റെ തേങ്ങ വെച്ചിട്ട് പാക്കറ്റുകളാക്കി ഇങ്ങനെ മഴക്കാല സീസണായതോടുകൂടെ വിൽപ്പനയ്ക്ക് പോകുന്നുണ്ട്. 7 ഇനം കവുങ്ങിൻ തൈകളിൽ പ്രധാനപ്പെട്ടവയെല്ലാം തന്നെ ഇവിടെ തന്നെ പാകി മുളപ്പിക്കുന്നതാണ് രീതി. ആവശ്യക്കാർ എത്തുമ്പോൾ കവറുകളിലേക്ക് മാറ്റി നൽകുകയും ചെയ്യുന്നു. മോഹിത് നഗർ, സുമംഗ, തിമംഗള, സ്വർണമംഗള, കാസർഗോഡനുമെല്ലാം ഇവിടെയുണ്ട്. ഇവ കൂടാതെ മഞ്ഞളും ഇഞ്ചിയും വിത്തുകളായി വിൽപ്പനയ്ക്കായുണ്ട്. വാഴയും പച്ചക്കറികളും എപ്പോഴും ഇവിടെ സുലഭമാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.